സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും 65 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള മാർച്ച് മാസത്തിലെ വിതരണ അറിയിപ്പുകളെത്തി. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപേ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ്. LDF പ്രകടന പത്രികയിലെ വാഗ്ദാനമനുസരിച്ച് പെൻഷൻ തുക 2500 ഉയർത്തുമെന്നുള്ളതായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് UDFന്റെ ഭാഗത്തു നിന്നും ക്ഷേമ പെൻഷൻ തുക ജൂൺ മാസം മുതൽ 3000 രൂപയിലേക്ക് അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഉയർത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഓരോ ഗുണഭോക്താവിനും 3000 രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് പ്രഖ്യാപനം. ഇതോടൊപ്പം തന്നെ 5 സഹായങ്ങൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൃത്യമായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. നവംബർ മാസം മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ 2000 രൂപ വീതമാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നത്. പുതിയതായി പെൻഷന് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷന് അപേക്ഷ പാസ്സായി കിട്ടിയ ഗുണഭോക്താക്കൾക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കമാണ് ഇനി എത്തിച്ചേരാൻ പോകുന്നത്. മാർച്ച് മാസം 20 മുന്നോടിയായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ മാർച്ച് മാസത്തിലെ പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ. എല്ലാ മാസവും 1 മുതൽ 20 വരെയുള്ള കാലയളവിൽ മാത്രമാണ് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുക. ഇതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന് പെൻഷൻ അനുവദിക്കപ്പെട്ട ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറിയിപ്പുകൾ ലഭിച്ച ഗുണഭോക്താക്കൾ പ്രസ്തുത തീയതി അവസാനിക്കുന്നതിന് മുന്നോടിയായി തന്നെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പെത്തി. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന 8 ലക്ഷത്തോളം വരുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് 200 മുതൽ 500 വരെയും 1000 വരെയുമുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം മാത്രമാണ് നടക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ സീഡ് ചെയ്യാത്ത ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരുകയില്ല. 2026 ഫെബ്രുവരി മാസം വരെയുള്ള കേന്ദ്രവിഹിതം കൂടി സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിരുന്നു. മാർച്ച് മാസത്തിലെ കേന്ദ്രവിഹിതം സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. പെൻഷൻ തുക മുടങ്ങാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. കേന്ദ്രം തുക അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തുക മുടങ്ങുന്നതിന് സാഹചര്യം ഒരുങ്ങുന്നതെന്നുകൂടി സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചതോടൊപ്പം തന്നെ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താനുള്ള കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായം കൂടി സംസ്ഥാന സർക്കാർ തേടുമെന്നുള്ള അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് ആദായ നികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതുമായി ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കാനാകും. പട്ടിക ലഭിക്കാൻ കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടി വരും. മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് കാർ ഉള്ളവരെ കണ്ടെത്താനും നടപടി ആരംഭിച്ചു. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിലേറെ ഉള്ളവരും ആദായ നികുതി അടയ്ക്കുന്നവരും കാർ ഉള്ളവരും ക്ഷേമ പെൻഷന് അർഹരല്ല. ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച കാര്യങ്ങൾക്കായി രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകളും പരിശോധിക്കും. മരണമടഞ്ഞവരെ മരണ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കുന്ന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പഞ്ചായത്തുകളും നഗരസഭകളുമാണ് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്നതിനാൽ ഇക്കാര്യത്തിൽ ഏറെ പുരോഗതിയുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തുവരും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.